ധ്രുവരാട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ദിവസം തോറും താഴോട്ട് പോകുന്ന സമ്പദ് വ്യവസ്ഥയെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. അത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ മാസവും ഇതേ പ്രസ്താവനയായിട്ട് വന്നിരുന്നു. അതായത് ഒരു ഡേഞ്ചർ ഫിനാൻഷ്യൽ സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പെട്ടേക്കാം. കാരണം ഇത്തരം വീഡിയോസ് ഒന്നും നമ്മുടെ ഗവൺമെൻറ് ഇഷ്ടപ്പെടാത്തതാണ്, അവർ ചോദ്യം ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ അതിൻ്റെ ഒരു മലയാള ട്രാൻസ്ലേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ നേരെ വീഡിയോയിലോട്ട് പോകാം. 2.7 ലക്ഷം കോടി ഇത്രയും പണം കഴിഞ്ഞ 6 മാസത്തിനിടെ വിദേശ നിക്ഷേപം ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി. അതായത് ഗ്രാഫിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഈ 2 ബാറുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ. ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസി ഇന്ത്യൻ രൂപയായി മാറി. ഒരു വശത്ത് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു, മറുവശത്ത് കണക്കുകൾ കാണിക്കുന്നതിൽ ഓരോ വർഷവും കൂടേണ്ട അവരുടെ യഥാർത്ഥ ശമ്പളം, അതായത് റിയൽ സാലറി കുറഞ്ഞു കൊണ്ടിരിക്കുന്നതുമാണ് കാണുന്നത്. എന്നാൽ നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തെ നേരിടാൻ തയ്യാറെടുക്കണം. കഠിനമായ സമയങ്ങൾക്കായി തയ്യാറെടുക്കാതിരിക്കുക. ഗുജറാത്തിലെ സൂറത്ത് നഗരത്തിലെ ഒരു ചെറിയ വീട്ടിൽ ഒരു പിതാവ് തൻ്റെ 2 മക്കളെ ബോധ്യപ്പെടുത്തുകയാണ് അടുത്ത മാസം മുതൽ അവരുടെ സ്കൂൾ മാറുമെന്ന്. ഇനി അവർക്ക് പ്രൈവറ്റ് സ്കൂളുകളില്ല, സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ പോകേണ്ടി വരും. ഈ മനുഷ്യൻ്റെ പേര് അൽപേഷ് ഭായ് എന്നാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ജീവിതം വളരെ മികച്ച ഒരു വിജയഗാഥയായിരുന്നു. അതായത് അൽപേഷ് കുമാറിൻ്റെ കുടുംബം ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ കൃഷി ചെയ്ത് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോവുകയായിരുന്നു. എന്നാൽ പിന്നീട് അവിടെ അൽപേഷ് സൂറത്തിലേക്ക് വന്നു. അത് ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് ഹബ്ബാണ്. അവിടെ അദ്ദേഹം ഒരു ഡയമണ്ട് ഫാക്ടറിയിൽ ജോലി ചെയ്തു തുടങ്ങി. കുറച്ച് കാലത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശമ്പളം 35,000 രൂപയിലെത്തി. ഗ്രാമത്തിൽ നിന്നും വന്ന അധികം പഠിപ്പില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു ശമ്പളമായിരുന്നു. ആദ്യം അൽപേഷ് ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിരത വന്നു. അദ്ദേഹം തൻ്റെ 2 മക്കളെയും ഒരു ഇംഗ്ലീഷ് മീഡിയം പ്രൈവറ്റ് സ്കൂളിലേക്ക് ചേർത്തു. തനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം തൻ്റെ മക്കൾക്ക് ലഭിക്കണം എന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അതായത് പിന്നീട് 2025 എല്ലാം തകർന്ന് തുടങ്ങി. വാർത്ത വരുന്നത് US ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫുകൾ ഇന്ത്യയുടെ ഡയമണ്ട് വ്യവസായത്തിൽ വൻ തിരിച്ചടിയായി. സൂറത്തിലെ ഡയമണ്ട് വ്യവസായത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രതിസന്ധി വന്നു. ഡയമണ്ട് വിൽക്കപ്പെടുന്നില്ല. ഇപ്പോൾ അത് എല്ലാവരുടെയും കൈകളിൽ കെട്ടിക്കിടക്കുകയാണ്. വിപണി മുഴുവൻ പ്രതിസന്ധിയിലാണ്. ആദ്യം അൽപേഷിൻ്റെ ശമ്പളം കുറഞ്ഞത് 18,000 രൂപയിലോട്ട് എത്തി. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിലെ 60% തൊഴിലാളികളെയും അവർ പിരിച്ചുവിട്ടു. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് നീക്കി. അതിനുശേഷം അൽപേഷ് ജോലി അന്വേഷിച്ചിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തുണി അലക്കുന്നൊരു ജോലിയാണ് ലഭിച്ചിരുന്നത്. വെറും 12,000 രൂപ മാത്രം ശമ്പളത്തിൽ. അത് തൻ്റെ പെൺകുട്ടികളെ പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്ന് മാറ്റി വീണ്ടും സർക്കാർ സ്കൂളുകളിൽ ചേർത്തി. സുഹൃത്തുക്കളെ, ഇതെല്ലാം സംഭവിക്കുന്നത് മോദി സർക്കാർ ഇങ്ങനെ പറയുന്ന സമയത്താണ്. അതായത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയാണ്. മോദിയുടെ പ്രസംഗം പറയുന്നുണ്ട്, ഇത് ഭാരതം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ്. പേപ്പറുകളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 8.2% വേഗത്തിലാണ് വളരുന്നത്. എന്നാൽ യഥാർത്ഥ അവസ്ഥ എന്താണ്? ഈ ഗ്രാഫിലെ ഡ്രോയിങ് ഇക്കോണമി എന്ന പ്രസ്താവന വന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് 2026 മെയ് 10 ഹൈദരാബാദിൽ നടന്ന ഒരു റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, 1 വർഷത്തേക്ക് നിങ്ങൾ സ്വർണം വാങ്ങരുത്, വിദേശ യാത്രകൾ നിങ്ങൾ മാറ്റിവെക്കൂ, പെട്രോളും ഡീസലും കുറച്ച് ഉപയോഗിക്കൂ, വർക്ക് ഫ്രം ഹോം ചെയ്യൂ. കോവിഡ് സമയത്ത് ചെയ്തതുപോലെ തന്നെ ഇവിടെ പ്രധാനമന്ത്രി പാചക എണ്ണ വാതകം കുറച്ച് ഉപയോഗിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. മോദിയുടെ പ്രസംഗം ഓരോ കുടുംബവും ഉപയോഗിക്കുന്ന പാചക വാതക എണ്ണയിൽ എന്തെങ്കിലും കുറവ് വരുത്തിയാൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, 10% നിങ്ങൾ കുറയ്ക്കൂ. നമ്മൾ എണ്ണ കഴിക്കുന്നത് കുറച്ചാൽ പോലും അത് വലിയൊരു ദേശഭക്തിക്ക് കാരണമാകുന്നു. ഇതിനെല്ലാം കാരണമായി പറയുന്നത് എന്തെങ്കിലും നമ്മുടെ വിദേശ നാണയം, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ലാഭിക്കണം എന്നാണ്. വിദേശ നാണയം സംരക്ഷിക്കുന്നതിൽ വലിയ ഊന്നൽ നൽകേണ്ടതുണ്ട് എന്നാണ് മോദി പറഞ്ഞിട്ടുള്ളത്. ഈ 2 വാർത്തകളും ഒന്നിച്ച് കാണുന്ന ഏതാനും വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ട്. അതായത് ഒരു വശത്ത് ഇന്ത്യയുടെ GDP വളർന്ന് മികച്ചതായിട്ട് വരുന്നു എന്ന് പറയപ്പെടുന്ന അതേ സമയത്ത്, ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ ചിത്രീകരിക്കുന്ന അതേ സമയത്ത്, മറുവശത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജനങ്ങളോട് പാചക എണ്ണ ലാഭിക്കാൻ അഭ്യർത്ഥിക്കുന്നു. വരൂ, GDPക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും പിന്നിലെ സർക്കാർ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന യഥാർത്ഥ കണക്കുകൾ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് വരാം. വാർത്ത: 2026 ഏഷ്യയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള കറൻസിയായിട്ട് ഇന്ത്യൻ കറൻസി മാറി. ഡോളറിന് ഏകദേശം 96 രൂപയിലേക്ക് വരെ ഇന്ത്യൻ കറൻസി കൂപ്പുകുത്തി. മോദിയുടെ ഒരു പ്രയ പ്രസംഗം നമുക്കിവിടെ കേൾക്കാം. ഞാൻ ഭരിക്കുന്ന ആളാണ്. आज अकेला हिंदुस्तान का रुपया डॉलर के मुकाबले गिरता ही चला गया और क्यों चला? नमस्कार दोस्तों. സുഹൃത്തുക്കളെ, 2025 ആഗസ്റ്റ് 29 ഇന്ത്യയുടെ GDP കണക്കുകൾ പുറത്തുവിടുന്നു. 2025 ഏപ്രിൽ മുതൽ ജൂൺ വരെ ക്വാർട്ടറിൽ GDP 7.8% നിരക്കിൽ വളരുന്നു. അന്ന് RBI സ്വന്തം പ്രവചനത്തേക്കാൾ 13, അതായത് 1.3% കൂടുതലായിരുന്നു. കണക്കുകൾ വളർച്ച മികച്ചതായിട്ട് നമുക്കെല്ലാവർക്കും തോന്നിയിരുന്നു. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഫിച്ച്
ഇന്ത്യയുടെ വാർഷിക വളർച്ചാ നിരക്ക് പ്രവചനം 6.5% നിന്നും 6.9% ആയി വളർത്തുകയും ചെയ്തു. എന്നാൽ ഇതേ ആഴ്ചയിൽ തന്നെ മിനിസ്ട്രി ഓഫ് സ്ട്രാറ്റജിക് ആൻഡ് ഫോറം ഇംപ്ലിമെന്റേഷൻ നിശബ്ദമായിട്ട് ഒരു രേഖ പുറത്തുവിട്ടിരുന്നു. നമ്മൾ ആരും അത് അറിഞ്ഞിട്ടില്ല. ഈ രേഖയിൽ ആദ്യമായി സർക്കാർ അസംഘടിത മേഖലയിൽ, അതായത് ഇൻഫോർമൽ സെക്ടേഴ്സിൽ അവരുടെ ക്വാർട്ടർലി കണക്കുകൾ പ്രസിദ്ധീകരിച്ചു. ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ GDP വളർച്ചയുടെ മുഴുവൻ കഥയും മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയർത്തുന്ന രീതിയിലാണ്. ഈ റിപ്പോർട്ട് പ്രകാരം ജൂൺ 25 വരെ ഏത് ക്വാർട്ടറിലാണോ GDP 7.8% വളർന്നു എന്ന് പറയുന്നത്, അതേ ക്വാർട്ടറിൽ ഇന്ത്യയുടെ അസംഘടിത മാനുഫാക്ചറിംഗ് മേഖലയിലെ ജോലികൾ 9.3% കുറഞ്ഞത്. അതായത് അസംഘടിത മേഖലയിലാകെ ജോലികൾ 13.13 കോടിയിൽ നിന്നും 12.86 കോടിയായി ചുരുങ്ങി. അതായത് വെറും 3 മാസത്തിൽ 27 ലക്ഷം ആളുകളുടെ ജോലിയാണ് നഷ്ടപ്പെട്ടത്. ഏറ്റവും ഭയാനകമായിട്ടുള്ള മറ്റൊരു കാര്യം, ഇത് വെറും ഒരു ട്രെയിലർ മാത്രമാണ് എന്നതാണ്. ഇതിലും ഭയങ്കരമായിട്ടുള്ള തൊഴിൽ പ്രതിസന്ധി ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന AI കാലഘട്ടത്തിൻ്റെ ഒരു പ്രാരംഭത്തിൽ ഉണ്ടായേക്കാം. അതായത് വേൾഡ് എക്കണോമിക്സ് ഫോം അനുസരിച്ച് WEF കണക്കുകൂട്ടൽ പ്രകാരം 2023 ആകുമ്പോൾ IT ഓട്ടോമേഷൻ കാരണം അതായത് 9 കോടിയിലധികം ആളുകൾക്ക് ജോലി ഇല്ലാണ്ടാകും എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അടുത്ത 1-2 വർഷത്തിനുള്ളിൽ IT മേഖലയിൽ മാത്രം 4.5 മുതൽ 5 ലക്ഷം വരെ ജോലികൾ അപകടത്തിലായേക്കാം എന്നാണെന്ന്. അതായത് TCS അതുപോലുള്ള കമ്പനികൾ ആയിരക്കണക്കിന് ആളുകളെയാണ് ഇപ്പം പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് AI യുഗമായതുകൊണ്ട് തന്നെ. ഇപ്പോൾ നിങ്ങളോട് തന്നെ സത്യസന്ധമായി ചോദിക്കുക, നിങ്ങളുടെ കമ്പനികളിൽ AI സഹായത്തോടെ നിങ്ങളുടെ 8 മണിക്കൂർ ജോലി 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിക്കാരനെ ലഭിച്ചാൽ ആ കമ്പനി ആരെയാണ് നിലനിർത്തുക, ആർക്കാണ് മുൻഗണന കിട്ടുന്നത്? അതായത് യഥാർത്ഥ അപകടം AI നിങ്ങളുടെ ജോലി നേരിട്ട് തട്ടിയെടുക്കില്ല, എന്നാൽ AI ഉപയോഗിക്കുന്ന നിങ്ങളെക്കാൾ 5 മടങ്ങോ 10 മടങ്ങോ വേഗതയിൽ ജോലി ചെയ്യാൻ ആ ഒരു മനുഷ്യന് കഴിയും. അത് നിങ്ങളുടെ സ്ഥാനം ഇല്ലാണ്ടാക്കാനും സാധിക്കും. ഇനി മറ്റൊരു ചോദ്യം ഇതാണ്, ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ ജോലി ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോഴും അവരുടെ കൈകളിൽ ചിലവാക്കാൻ പണമില്ലെങ്കിൽ പിന്നെ വിപണിയിൽ ഇത്രയും ഉണർവ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? നമ്മുടെ സാമ്പത്തിക വളർച്ച കൂടുന്നു എന്ന് പറയുന്ന സമയത്തും ജോലി നഷ്ടപ്പെടുന്ന സമയത്തും പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സാമ്പത്തിക ഉണർവ് വരുന്നത് എന്നുള്ളതാണ്. കാറുകൾ, AC, ഫ്രിഡ്ജ്, മൊബൈൽ ഇവയെല്ലാം എങ്ങനെയാണ് വിറ്റഴിക്കപ്പെടുന്നത്? ഇതിനുള്ള പണം എവിടെ നിന്നാണ് വരുന്നത്? ഇതിനുള്ള ഉത്തരം സുഹൃത്തുക്കളെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കടം, അതായത് EMI. ചോദ്യം, നിങ്ങൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത്? ബാങ്ക് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്? ഉത്തരം iPhone 15. പക്ഷേ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് 0 हेलो इंडिया, आईफोन पे हमारा कौन सा फोन यूज करते हो और आपके बैंक अकाउंट में कितना बैलेंस? iPhone 15, but my bank balance is RBI പ്രകാരം 2025 മാർച്ചിൽ ഇന്ത്യൻ കുടുംബങ്ങളുടെ കടം വർദ്ധിച്ച് GDPയുടെ 41% ആയി മാറിയിട്ടുണ്ട്. 2021 ഈ സംഖ്യ ഏകദേശം 36% ഈ സംഖ്യയെ മാത്രം വേർതിരിച്ച് നോക്കുകയാണെങ്കിൽ കടം എന്നത് ഒരു മോശം വാക്യമായിട്ടുള്ള കാര്യമല്ല. ഇനി അത് വീടുണ്ടാക്കാനോ ബിസിനസ് കെട്ടിപ്പടുക്കാനോ ആണെങ്കിൽ, എന്നാൽ ഇവിടെ കഥ നേരെ തിരിച്ചാണ്. RBIയുടെ തന്നെ കണക്കുകൾ പ്രകാരം ഈ കടത്തിന്റെ ഏറ്റവും വലിയ ഭാഗം 55.3% ഭവനരഹിത റിട്ടയർമെന്റ് ലോണുകളാണ്. അതായത് പേഴ്സണൽ ലോണുകൾ, ക്രെഡിറ്റ് കാർഡ്, EMI, വാഹനങ്ങൾ, AC, TV, ഫ്രിഡ്ജ് തുടങ്ങിയ വാങ്ങാൻ വേണ്ടി കടമെടുത്തിരിക്കുന്നു. അതായത് ആളുകൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം മുമ്പത്തേതിനേക്കാൾ കൂടുതൽ കടമെടുക്കുന്നു. അവരുടെ ദൈനംദിന ജീവിതം തന്നെ കടത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ആളുകൾ ടാക്സ് അടയ്ക്കുന്നു, സേവിങ് ചെയ്യുന്നു, ക്രെഡിറ്റ് കാർഡ് വഴി ദിവസേന ചിലവുകൾ നടത്തുന്നു, പലിശയ്ക്ക് പണമെടുക്കുന്നു, പിന്നീട് ആ പണം തിരിച്ചടിക്കാൻ വേണ്ടി വീണ്ടും പലിശയ്ക്ക് മറ്റൊരു കടമെടുക്കുന്നു. ആളുകൾ അനാവശ്യമായിട്ട് ചിലവഴിക്കുകയാണ് എന്നല്ല ഇതിനർത്ഥം. ജനങ്ങളുടെ മേലിൽ ഇരട്ട പ്രഹരമാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ജോലി നഷ്ടപ്പെടുന്നു, മറുവശത്ത് കണക്കുകൾ കാണിക്കുന്നത് അവരുടെ യഥാർത്ഥ ശമ്പളം കുറയുകയാണ്. അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പ്രകാരം 2012 ഒരു സ്ഥിര ശമ്പളക്കാരൻ്റെ ശരാശരി പണപ്പെരുപ്പം ക്രമീകരിച്ചിട്ടുള്ള, അതായത് ഇൻഫ്ലമേഷൻ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് ശമ്പളം 12,100 രൂപയാണ്. ഇന്ന് അത് 2022 കുറഞ്ഞത് 10,925 രൂപയായിട്ട് മാറി. അതായത് ആളുകളുടെ ശമ്പളത്തിന്റെ അക്കങ്ങൾ മാത്രം നോക്കിയാൽ അത് കൂടുന്നതായി തോന്നാം, എന്നാൽ പണപ്പെരുപ്പം കണക്കിലെടുത്താൽ അവ യഥാർത്ഥത്തിൽ 10 വർഷത്തിന് മുകളിലേക്കാൾ കുറവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. 2025 ആകുമ്പോഴേക്കും സ്ഥിതി എത്രത്തോളം മോശമാണ് എന്ന് വെച്ചാൽ നോക്കൂ, വെറും 10% ആളുകൾക്ക് മാത്രമേ തങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മറ്റ് കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ബാക്കി 90% ആളുകളും തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം പോരാടുകയാണ്. ഈ കാര്യത്തിൽ എത്രത്തോളം ഗൗരവമുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഇവിടെ ഇന്ത്യയുടെ GDPയുടെ ഏകദേശം 60% വരുന്നത് പ്രൈവറ്റ് കൺസംഷൻ കൊണ്ടാണ്. അതായത് സാധാരണ ജനങ്ങൾ പണം ചെലവഴിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ ഡിമാൻഡ് ശക്തമായിട്ട് തോന്നുന്നു, സമ്പദ് വ്യവസ്ഥയിൽ എല്ലാം ഭദ്രമാണെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ദുർബലമായിരിക്കുന്നു. അതായത് ആഘാതവും താങ്ങാനുള്ള ശേഷി വളരെ കുറവാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ കണക്കുകൾ കാണിച്ച സാഹചര്യം 2025 മധ്യത്തിലുള്ളതാണ്. അതിനുശേഷം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ
3 വലിയ ആഘാതങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതായിട്ട് പറയുന്നത് 2025 ഓഗസ്റ്റ് 7 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ 50% താരിഫ് ചുമത്തി. ഇതിൽ 25% പ്രതികാര താരിഫും 25% റഷ്യൻ ഓയിൽ വാങ്ങുന്നതിനുള്ള ശിക്ഷയുമായിരുന്നു. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വലിയൊരു തിരിച്ചടിയായിരുന്നു. കാരണം US ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ്. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്കാക്കുന്നത് പ്രകാരം ഒരു താരിഫുകൾക്ക് ശേഷം ഇന്ത്യയുടെ US കയറ്റുമതി 86.5 ലക്ഷം ബില്യണിൽ നിന്നും വെറും 50 ബില്യണോളം ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് ടെക്സ്റ്റൈൽസ്, ജെംസ്, ജ്വല്ലേഴ്സ് തുടങ്ങിയ മേഖലകളിൽ 70% വരെ ഇടിവുണ്ടായിട്ടുണ്ട്. ഇത് ലക്ഷക്കണക്കിന് ജോലികൾ അപകടത്തിലാക്കുകയും ഈ താരിഫുകൾക്ക് ശേഷം 2025 സ്റ്റോക്ക് മാർക്കറ്റിൽ വികസ്വര രാജ്യങ്ങളിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മോശം പ്രകടനം നടത്തിയ ഒന്നായി ഇന്ത്യ മാറിയിട്ടുണ്ട്. റെക്കോർഡുകൾ എണ്ണം വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്നും പണം പിൻവലിച്ച് പോകുന്നത് നമ്മൾ കണ്ടു. രണ്ടാമത്തെ ആഘാതമായിട്ട് കാണുന്നത് 2026 ഫെബ്രുവരിയിൽ ട്രംപിന്റെ താരിഫ് 50%-ൽ നിന്നും 18 കുറച്ചു. എന്നാൽ പകരമായി മോദി സർക്കാർ ചെയ്തത് രണ്ടാമത്തെ വലിയ ഒരു തിരിച്ചടിയായി ഇന്ത്യക്ക്. ട്രംപ് പറഞ്ഞു ഇനി മുതൽ റഷ്യൻ എണ്ണ ഓയിൽ വാങ്ങിക്കില്ലെന്ന്, പകരം $500 ബില്യൺ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നും ട്രംപിന്റെ പ്രസംഗം അവിടെ കാണിക്കുന്നുണ്ട്. ഇതുവരെ റഷ്യൻ്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം വന്നിരുന്ന കുറഞ്ഞ വിലയിലുള്ള റഷ്യൻ എണ്ണ പെട്ടെന്ന് തന്നെ നിന്നുപോയി. ഇതേ സമയത്ത് മൂന്നാമത്തെ ആഘാതം വരുന്നു 2026 ഫെബ്രുവരിയിൽ ഇറാൻ യുദ്ധം. അത് ട്രംപിൻ്റെ പ്രസംഗം അവിടെ പൂർണ്ണമായിട്ട് തകർക്കപ്പെടുകയാണ്. കാരണം US-ഉം ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതിന് ശേഷം ഇറാൻ്റെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് വഴി അടച്ചുപൂട്ടുക ഉണ്ടായിട്ടുള്ളത്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ ക്രൂഡ് ഓയിലിൻ്റെ വില 88% വളർച്ച, അതായത് വളർച്ചയിൽ നിന്നും 66% വരെ വർദ്ധിച്ചിരുന്നു. ഇതിൽ ഏറ്റവും വലിയ നഷ്ടം ഇന്ത്യക്കാണ് ഉണ്ടായത്. ഇന്ത്യ തങ്ങളുടെ ആവശ്യത്തിനായിട്ട് 55% എണ്ണയും ഇമ്പോർട്ട് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നും സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് വഴിയുമാണ്. അപ്പോൾ ഒരു വശത്ത് അമേരിക്കയുടെ സമ്മർദ്ദത്താൽ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ നിന്നും മാറി നിന്ന ഇന്ത്യ, മറുവശത്ത് ഇറാൻ യുദ്ധം കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നും വരുന്ന എണ്ണയും കുറഞ്ഞു തുടങ്ങി. മാർച്ച് മാസത്തിൽ മാത്രം എണ്ണ ഇറക്കുമതിയിൽ 40% കുറവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ നേരത്തെ തന്നെ മോശമായിരുന്നു. ഈ 3 വലിയ ആഘാതങ്ങൾ കാരണം സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായിട്ടും ഉലയാൻ തുടങ്ങി. ഇതിൽ ആഘാതം നേരിട്ടത് നിങ്ങളുടെ അടുക്കളയിലാണ്. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് അടച്ചതിന് ശേഷം ഡൊമസ്റ്റിക് LPG സിലിണ്ടേഴ്സിൻ്റെ വില 60% കൂടി. എന്നാൽ യഥാർത്ഥ പ്രതിസന്ധി വില കൂടിയ ശേഷവും സിലിണ്ടർ കിട്ടാതിരുന്നു എന്നതാണ്. 913 രൂപയ്ക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ഡൊമസ്റ്റിക് സിലിണ്ടർ ബ്ലാക്ക് മാർക്കറ്റിൽ 2000 രൂപ മുതൽ 2500 രൂപ വരെ വിറ്റഴിച്ചു. അതുപോലെ തന്നെ 2026 മെയ് 10 ദിവസത്തിനുള്ളിൽ പെട്രോൾ ഡീസൽ വില കൂട്ടിയത് 7.5 രൂപ വർദ്ധിപ്പിച്ചു. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും സർക്കാർ കണക്കുകളിൽ 2026 മെയ്യിലെ ഒഫീഷ്യൽ പണപ്പെരുപ്പ് നിരക്ക് വെറും 3.3% മാത്രമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. വീണ്ടും ഒരു തവണ ഒഫീഷ്യൽ നമ്പറുകൾ കണ്ട് എല്ലാം ഭദ്രമാണെന്ന് നമുക്കെല്ലാവർക്കും തോന്നി. എന്നാൽ ജൈനിയുടെ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അരുൺ കുമാർ വ്യക്തമാക്കുന്നുണ്ട്, ഒരു പാവപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് യഥാർത്ഥ പണപ്പെരുപ്പം നിരക്ക് 4% പകരം 60% എന്നതാണ്. അരുൺകുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പാവപ്പെട്ടവരുടെ പണപ്പെരുപ്പം വളരെ കൂടുതലാണ്. നിങ്ങൾ മാസം 10,000-11,000 രൂപ കിട്ടുന്ന ഒരാളാണെങ്കിൽ 900 രൂപ ഗ്യാസിന് സിലിണ്ടറിൻ്റെ 2000 മുതൽ 2500 രൂപ വരെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പണപ്പെരുപ്പിൻ്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ അത് 60% അല്ലാണ്ട് 4% അല്ല. അപ്പോൾ 3.93% എന്ന് കാണിക്കുന്ന കണക്ക് തെറ്റാണോ? അല്ല. എന്നാൽ അത് പൂർണ്ണമായും സത്യമാണ്. യഥാർത്ഥ കൊടുങ്കാറ്റ് മൊത്ത വ്യാപാര വിലകളിലാണ്, അതായത് ഹോൾസെയിൽ പ്രൈസിലാണ് കാണിക്കുന്നത്. ഇത് റീറ്റെയിൽ പ്രൈസിൽ എത്തുന്നതിന് മുമ്പുള്ള ഘട്ടമാണ്. അതായത് 2026 ഏപ്രിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും വലിയ ഉയർന്ന നിരക്കിലാണ് പോയിട്ടുള്ളത്. 8.3% വരെ അതെത്തി. ആ മാസത്തിൽ ഇന്ധനത്തിൻ്റെയും പവറിൻ്റെയും ഹോൾസെയിൽ ഇൻഫ്ലേഷൻ റേറ്റ് ഏകദേശം 25% ഉയർന്നു. മാനുഫാക്ചറിങ്ങിലെ 22 കാറ്റഗറിയിൽ 21 എണ്ണത്തിലും വില കൂടുകയായിരുന്നു. അതായത് പണപ്പെരുപ്പം പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഈ പണപ്പെരുപ്പത്തോടെ മറ്റൊരു ഭയവും നിലനിൽക്കുന്നുണ്ട്. അത് ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും വില ഒന്നിച്ച് കൂടിയേക്കാം. അതായത് രൂപയുടെ മൂല്യ തകർച്ച മൂലം. 2026 മെയ് 20 ഇന്ത്യയുടെ രൂപ ഡോളറിനെതിരെ എക്കാലത്തെയും താഴ്ന്ന നിരക്കിലോട്ടെത്തി 96.90 ഇതിൻ്റെ ഫലമായിട്ട് 2026 ഇതുവരെ ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച കറൻസി കൂടെയായിട്ട് ഇന്ത്യൻ രൂപ മാറിയിട്ടുണ്ട്. ഇതിനെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഡോളർ വരുന്നത് കുറയുകയും രൂപ ദുർബലമാവുകയും ചെയ്യുന്നു. അതായത് കുറഞ്ഞ നിക്ഷേപങ്ങൾ, കുറഞ്ഞ കയറ്റുമതിയും കാരണം ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുന്നു, ഡോളറിൻ്റെ ചിലവ് കൂടുന്നു. അത് ഇന്ത്യയുടെ രൂപയുടെ വില ഇടിക്കുകയുമായി ചെയ്തിട്ടുള്ളത്. രൂപ ഇടിയുന്നതിനർത്ഥം വിദേശ രാജ്യങ്ങൾക്ക് ചിലവ് കൂടും എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യ തങ്ങളുടെ ആവശ്യത്തിന് 90%-ഓളം ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ രൂപ ഇടിയുമ്പോൾ ഓയിലിൻ, അതുപോലെ തന്നെ വളം, മെഷീനറി ഇവയെല്ലാം കൂടുതൽ വില കൊടുത്ത് വാങ്ങേണ്ടി വരും.
ഇതിനപ്പുറം രൂപയുടെ മൂല്യം ഇടിയുന്നത് കാരണം ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിവേഴ്സ് വേഗത്തിൽ താഴോട്ട് പോവുകയാണ്. ഇറാനെ ആക്രമിച്ച് ആഴ്ചകൾക്കുള്ളിൽ ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം മികച്ച നിലയിലായിരുന്നു. എന്നാൽ അതിന് ശേഷമുള്ള 4 മാസങ്ങൾക്കുള്ളിൽ ഏകദേശം 61 ബില്യൺ ഇടിഞ്ഞ് 67 ബില്യണിലേക്ക് താഴ്ന്നു. ഈ സംഖ്യയിൽ നിന്ന് നിങ്ങൾ സ്വർണവും RBIയുടെ ട്രാൻസാക്ഷൻ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ വെറും 471 ബില്യൺ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സംഖ്യ എത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് അറിയാമോ? ഇത് 6 മാസത്തെ ഇമ്പോക്ട് പോലും തികയാത്ത തുകയാണ്. അതായത് 2014 ശേഷം ഇത്രയും മോശം അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങൾ സാധാരണയായി രാജ്യത്തെ സംരക്ഷിക്കുന്നത് വിദേശ നിക്ഷേപകരാണ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. അവർ ഡോളറുകളുമായിട്ട് വരുന്നു. എന്നാൽ ഇവർ നേരത്തെ തന്നെ രാജ്യം വിട്ടു പോയി കഴിഞ്ഞിട്ടുണ്ട്. 2020-21 നെറ്റ് ഫോഴ്സ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അതായത് ഇന്ത്യയുടെ ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ 43.9 ബില്യൺ ആയിരുന്ന ഇടത്ത് 2024-25 ഇത് വെറും 0.96 ബില്യൺ ആയിട്ട് ചുരുങ്ങി. അതായത് ഗ്രാഫിൻ്റെ 2 ബാറുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ വർഷം 2025 വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്നും 1.66 ലക്ഷം കോടി രൂപ പിൻവലിച്ചു. എന്നാൽ 2026 ആദ്യ 6 മാസങ്ങളിൽ ഈ സംഖ്യ എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് 2.7 ലക്ഷം കോടി രൂപ അവർ പിൻവലിച്ചിട്ടുണ്ട്. ഇത്രയും പണം വിദേശ നിക്ഷേപകർ കഴിഞ്ഞ 6 മാസത്തിനിടെ ഇന്ത്യയിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുപോയി. ഇവിടെ എല്ലാ കാര്യങ്ങളിലും സർക്കാർ തെറ്റല്ലായിരിക്കാം. എന്നാൽ മോദി സർക്കാർ സ്വന്തം ചില തീരുമാനങ്ങൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കി എന്നതായി യാതൊരു സംശയവുമില്ല. മുൻപ് ഇന്ത്യ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങിയിരുന്നു. അതിൻ്റെ പേയ്മെൻറ്റ് ചൈനീസ് യുവാനിലോ റഷ്യൻ റൂബിളിലോ ആണ് നടത്തിയിരുന്നത്. ഇതിലൂടെ ഡോളർ ലാഭിക്കാമായിരുന്നു. എന്നാൽ ട്രംപിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിവെച്ചു. ഇനിയിപ്പോൾ വെനിസലയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് അത് അടിസ്ഥാനപരമായിട്ട് അമേരിക്ക തന്നെയാണ് വിൽക്കുന്നത്. അതിൻ്റെ പേയ്മെൻറ്റ് ഡോളറിൽ തന്നെയാണ് നടക്കുന്നത്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആ വാർത്ത കേട്ടിരിക്കും, എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് വെനിസലേൻ പ്രസിഡന്റിനെ തടവിലാക്കിയത് എന്നുള്ളത്. അതിനുശേഷം വെനിസലയിലെ എണ്ണയുടെ മേൽ അമേരിക്കയുടെ അധികാരം സ്ഥാപിച്ചും കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വലിയ വിഡ്ഢിത്തം എന്തെന്നാൽ ഡോളറിൽ നിക്ഷേപം കൊണ്ടുവരുന്നതിന് പകരം താരിഫ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മോദി സർക്കാർ ട്രംപിന് ഉറപ്പ് നൽകി. ഇന്ത്യ അമേരിക്കയിൽ നിന്നും 500 ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്നും ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യ എത്രത്തോളം അമേരിക്കൻ സാധനങ്ങൾ വാങ്ങുവോ അത്രത്തോളം രൂപ കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അവസ്ഥ എത്രത്തോളം മോശമാണ് എന്ന് വെച്ചാൽ ഇന്ത്യൻ രൂപ ഒരു ഡോളറിന് 100 കടക്കുമോ എന്ന ചർച്ചകൾ നടക്കുന്ന ഇടയിലാണ് പ്രധാനമന്ത്രിയുടെ എക്കണോമിസ്റ്റ് അഡ്വൈസറി കൗൺസിൽ അംഗം ഷമിക രവി പറഞ്ഞു, അഥവാ അങ്ങനെ സംഭവിച്ചാൽ എന്താണ്, 100 രൂപ എന്നത് ഒരു സംഖ്യ മാത്രമല്ലേ എന്നുള്ളത്. മോദിയുടെ പഴയ പ്രസംഗം ഇവിടെ വെക്കുന്നുണ്ട്. അതായത് ഡോളർ ശക്തമാകുകയും രൂപ ദുർബലമാകുകയും ചെയ്യുന്ന രീതിയിൽ ലോക വ്യാപാരത്തിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മുടെ വ്യാപാരികൾ പുറത്തോട്ടുള്ള സാധനങ്ങൾ അയക്കുന്നത് അത് അവർക്ക് താങ്ങാനാവാത്ത ഒരു കാര്യമായിരിക്കും. 2026 മെയ് മാസത്തിലാണ് കൊടാക് മഹീന്ദ്ര സ്ഥാപകനായിട്ടുള്ള ഉദയ് കൊടാക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ 2 മാസത്തിൽ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൻ്റെ ആഘാതം അതുപോലെ ഊർജ്ജത്തിൻ്റെ വില കണക്കുകൾ നമ്മൾ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. ഇത് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ തയ്യാറെടുക്കണം. അതിനാൽ ഇത് തയ്യാറെടുപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. കഠിനമായിട്ടുള്ള സമയങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയിലെ താരിഫുകളും യുദ്ധവും കാരണം പല കയറ്റുമതി കേന്ദ്രങ്ങളിൽ, അത് എക്സ്പോർട്ടിംഗ് ഹബ്ബുകൾ അപകടമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ലക്ഷക്കണക്കിലെ ആളുകളുടെ ജോലി ഭീഷണിയിലാണ്. തമിഴ്നാട്ടിലെ തിരുപ്പതി അതുപോലെ തന്നെ ഡോളർ സിറ്റി എന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ 16 ബില്യൺ ഡോളർ ഗാർമെന്റ് കയറ്റുമതിയുടെ 1/3 പോലും ഇവിടെ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ താരിഫ് ശേഷം തിരുപ്പൂരിലെ ഉൽപ്പന്നങ്ങളുടെ മേലെയുള്ള ആകെ ഡ്യൂട്ടി ഏകദേശം 64% ഉയർന്നിട്ടുണ്ട്. ഇതേസമയം നമ്മുടെ എതിരാളികളായിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ വസ്ത്രങ്ങൾക്ക് വെറും 35 മുതൽ 36% വരെ മാത്രമാണ് ഡ്യൂട്ടി ചുമത്തപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെ തിരുപ്പൂരിലെ ഒരു കയറ്റുമതിക്കാരൻ കണക്കാക്കുന്നത് ഈ താരിഫുകൾ കാരണം ഒരു നഗരത്തിൽ മാത്രം 1.5 ലക്ഷം തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടും എന്നുള്ളതാണ്. സമാനമായ അവസ്ഥ തന്നെയാണ് ചെമ്മീൻ വ്യവസായത്തിലും. ഇതിൻ്റെ വലിയൊരു ഭാഗം അമേരിക്കയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ആളുകൾ ഇതിനകം തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം പുതിയ ഓർഡറുകളൊന്നും വരുന്നില്ല. ഒരു ചെറിയ വ്യവസായമല്ല, ഇതിന് ഏകദേശം 20 ലക്ഷം ആളുകളുടെ ജോലിയെങ്കിലും നഷ്ടപ്പെടും. സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് സൂററ്റിലെ ഡയമണ്ട് വ്യവസായത്തിനും ഉണ്ടായിട്ടുള്ളത്. 2022 റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഇത് നേരത്തെ തന്നെ പ്രതിസന്ധിയിലായിരുന്നു. കാരണം അവരുടെ 1/3 ഡയമണ്ട് റഷ്യയിൽ നിന്നാണ് വരുന്നത്. റഷ്യൻ യുദ്ധത്തിന് ശേഷം ഇത് വരുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ സ്ഥിതി ഇതിലും കൂടുതൽ വഷളായിട്ടുണ്ട്. ഇതുവരെ സൂററ്റിൽ ഏകദേശം 4 ലക്ഷം തൊഴിലാളികളുടെ വരുമാനം കുറയുകയോ അല്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ വീഡിയോയുടെ തുടക്കത്തിൽ അൽപേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കഥ പറഞ്ഞിരുന്നില്ലേ, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്നും സർക്കാർ സ്കൂളിലേക്ക് മാറ്റേണ്ടി വരുന്നതിനെ കുറിച്ച്. എന്നാൽ ചില കുടുംബങ്ങളിൽ ഇത് വലിയ വിലയാണ് നൽകേണ്ടി വന്നിട്ടുള്ളത്. ഡയമണ്ട് വർക്കേഴ്സ് യൂണിയൻ പ്രകാരം 2024 നവംബർ
വരെ സൂറത്തിൽ കഴിഞ്ഞ 71 ഡയമണ്ട് തൊഴിലാളികളെങ്കിലും ആത്മഹത്യ മാത്രം ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിൽ. കഴിഞ്ഞ 12 മുതൽ 14 മാസങ്ങളിൽ ഏകദേശം 500ഓളം തൊഴിലാളികൾ സൂറത്ത് ഉപയോഗിച്ച് തങ്ങളുടെ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് അവിടുത്തെ യൂണിയൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. ഇവർ ഇത്തരം ഒരു പലായനം മുമ്പ് കണ്ടിട്ടില്ല എന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി 2024 മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആകെ കടം 62 ലക്ഷം കോടി രൂപയായിരുന്നു. 2026 ഇത് 197 ലക്ഷം കോടി രൂപയായിരിക്കുന്നുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രാജ്യത്തിൻ്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറഞ്ഞത് ഏകദേശം 56 മുതൽ 58% വരെ ആയിരുന്നു. എന്നാൽ 2024 ആയപ്പോൾ അത് 81% ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ അത് 82% അടുത്തെത്തിയിട്ടുണ്ട്. ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരും ഉപദേശിക്കുന്നത് ഒരു റേഷ്യോ വികസിത രാജ്യത്തിൻ്റെ 60%വും വികസ്വര രാജ്യങ്ങൾക്ക് അത് 40% കുറവും ആയിരിക്കണം എന്നാണ്. ഈ അപകടത്തിൻ്റെ ഫലം എന്തെന്നാൽ സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും മുമ്പത്തെ കടങ്ങളും പലിശകളും ബില്ലുകളും അടച്ചു തീർക്കാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ബിസിനസ് സ്റ്റാൻഡേർഡ് പ്രോഗ്രാം സർക്കാരിൻ്റെ റവന്യൂവിൽ ഏകദേശം 25% മുമ്പത്തെ കടത്തിൻ്റെ പലിശ ഇനത്തിലാണ് പോകുന്നത്. ഇതിന് പുറമെ 28% ശമ്പളവും 15% പെൻഷനും മറ്റ് 15% സബ്സിഡികളുമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നുണ്ട്. അതായത് 80%-ലധികം പണവും നേരത്തെ തന്നെ ബുക്ക്ഡ് ആണ്. ഏതെങ്കിലും ഒരു പുതിയ പ്രതിസന്ധിയോട് പോരാടാൻ ഖജനാവിൽ ആവശ്യമായിട്ടുള്ള പണം ഇല്ല. ഇനി ചോദ്യം എന്തെന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. മുന്നോട്ടുള്ള പ്രവചനങ്ങൾ സുഹൃത്തുക്കളെ വളരെ ഭയപ്പെടുത്തുന്നതാണ്. മോർഗൻ സ്റ്റാൻലി പ്രവചനം അനുസരിച്ച് ഇന്ത്യയുടെ GDP വളർച്ച 7.6% നിന്നും അടുത്ത വർഷം അത് 6.7% കുറയും. കാരണം എണ്ണ ഇറക്കുമതി ബിൽ അടുത്ത വർഷം 49% വർദ്ധിക്കാൻ പോവുകയാണ്. അഥവാ ഈ വർഷം യുദ്ധവർഷാവസാനം വരെ നീണ്ടു നിന്നാൽ ഇന്ത്യയുടെ GDP 2.38% വരെ നഷ്ടമുണ്ടാകും. അതുമാത്രമല്ല കർഷക കുടുംബങ്ങളുടെ വരുമാനം 27% ഇടിഞ്ഞേക്കാം. 2018 ഒഫീഷ്യൽ റോഡ് മാപ്പിൽ സർക്കാർ എഴുതിയിരിക്കുന്നത് ഇന്ത്യ 2025 5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ മാറും എന്നാണ്. ഇതിനായി ആദ്യം 2022 എന്ന ഡെഡ് ലൈൻ നൽകി. പിന്നീട് അത് നീട്ടി 2025 വരെയാക്കി. ഇന്ന് 2026 ആയി കഴിഞ്ഞു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും 3.9 ട്രില്യണിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. അതായത് SBIന്റെ റിസർച്ച് പ്രകാരം ഈ ഒരു സ്വപ്നം ഈ 2030 മാത്രം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ നേതാക്കളുടെ പ്രസംഗത്തിൽ നിന്നും 5 ട്രില്യനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അപ്രത്യക്ഷമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ നേരിടുന്നത് അല്ലെങ്കിൽ അവർ നോക്കിക്കാണുന്നത് 2047 കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. മോദിയുടെ പ്രസംഗം അവിടെ നമുക്ക് കേൾക്കാം. സത്യം എന്നാൽ സർക്കാരിന് വേണമെങ്കിൽ ഇവിടെ പണം ലാഭിക്കാം. എന്നാൽ അവർ അതിനാഗ്രഹിക്കുന്നില്ല. മുഴുവൻ ഭാരവും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദി ഇപ്പോഴും 1-2 ആഴ്ചകൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. ഇവിടെ പോയി അവർക്കായി നൃത്ത പരിപാടികൾ, ഫംഗ്ഷനുകൾ സംഘടിപ്പിക്കുന്നു. ആരാണ് ഇതിനൊക്കെയുള്ള പണം മുടക്കുന്നത്? നമ്മൾ ടാക്സ് പേയേഴ്സ്. പോയി അവർ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. ചിലപ്പോൾ കടലാമകളുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു, ചിലപ്പോൾ ഇരുന്ന് നൃത്തം കാണുന്നു. ഇതുപോലെ ആയിരക്കണക്കിന് രൂപയാണ് സർക്കാർ ന്യൂസ് ചാനലുകൾക്ക് പരസ്യത്തിന് മാത്രമായിട്ട് പാഴാക്കുന്നത്. TV-യിൽ സ്വന്തം പരസ്യം കാണേണ്ട ഇത്രയും വലിയ ആവശ്യം എന്താണ്? എല്ലാവരും മോദിയുടെ മുഖം ഇതിനകം തന്നെ 1000 തവണ കണ്ടു കഴിഞ്ഞു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരം കഠിനമായിട്ടുള്ള സാഹചര്യത്തിൽ ആദ്യം ഈ പരസ്യം ഹോർഡിങ്ങുകളും വെക്കുന്നത് നിർത്തലാക്കേണ്ടതാണ്. കുറച്ചു കാലത്തേക്ക് ഇത്തരം ചില മാധ്യമ ചാനലുകൾ അടച്ചു പൂട്ടിയിട്ടാൽ ആർക്കും വലിയ നഷ്ടമൊന്നും വരാനില്ല. എന്നാൽ അവസ്ഥ എന്തെന്നാൽ സൂററ്റിലെ ഡയമണ്ട് ഫാക്ടറികളും വ്യവസായികളും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഡോളർ സിറ്റിയും പൂർണ്ണമായിട്ട് അടച്ചു പൂട്ടിയാൽ ഇത് വരെ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും വരുത്താൻ പോകുന്നത്. ഇതിനെല്ലാം പുറമെ വിദഗ്ധർ മറ്റൊരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ എൽ ഈനോ പ്രകാരം ഗ്രാമീണ മേഖലകളിൽ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിച്ചതുപോലെ ഈ വർഷത്തെ എൽ നീനോ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ എൽ നീനോകളിൽ ഒന്നായിട്ട് മാറും എന്നാണ് പറയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എൽ നീനോ എന്തെന്നാൽ അത് ധ്രുവരാട്ടിയുടെ മറ്റൊരു വീഡിയോ അവിടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ നമ്മളെ കണ്ണിൽ പൊടിയിടാൻ കാണിക്കുന്ന കള്ളക്കണക്കുകൾക്കെതിരെയാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. ഏത് സമയം വേണമെങ്കിലും ഈ ഒരു വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ട് മനസ്സിലാക്കുക നമ്മുടെ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്താണെന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.